ബാക്കിലോട്ട് വരും എല്ലാവരും ഒന്ന് ബാക്കിലോട്ട് വരും. ഓക്കെ, ഒന്ന് പരിചയപ്പെടുത്തരോ ആളിനെ? ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്, ജോസ് എന്നാണ് പേര്. അപ്പോൾ അറിയായിരിക്കുമല്ലോ നമ്മുടെ പ്രണയവിവാഹം ഓൾറെഡി കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ഞാൻ ബാംഗ്ലൂരിൽ ഒരു മെഡിക്കൽ കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. 1.5 വർഷമായി. അപ്പോൾ ഇന്ന് 8 വർഷത്തെ പ്രണയ സാഫല്യമാണ്, എൻഗേജ്മെന്റ് ആണ് ഞങ്ങളുടെ. ആണെങ്കിൽ അടുത്ത വർഷം കല്യാണം ഉണ്ടാവും. ആ സമയം നിങ്ങൾ ഉറപ്പായിട്ടും വരണം. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പ്രണയം സ്റ്റാർട്ട് ആവുന്നത്? അയ്യോ, അത് ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു. സോ ഇതുവരെ എത്തി. അതെ, കണ്ടു, ഇഷ്ടപ്പെട്ടു. അതെ. ശ്രീലക്ഷ്മിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താ? ക്യാരക്ടർ പുള്ളിക്കാരിയുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. അപ്പോൾ ഭയങ്കര ഹോണസ്റ്റാണ്. ചെയ്യുന്ന വർക്കിലായാലും ശരി, പുള്ളിയുടെ ക്യാരക്ടർ ആയിരുന്നാലും ശരി, നല്ല ഹോണസ്റ്റാണ്. പുള്ളിക്കാരിലെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താ ശ്രീലക്ഷ്മിക്ക്? പുള്ളി പാവമാണ്. ഞാൻ ഇച്ചിരി വഴക്കാളിരിക്കാം, പക്ഷെ പുള്ളി ഭയങ്കര അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ ഇപ്പം മൂഡ് സ്വിങ്സ് ഒക്കെ എനിക്ക് ഒരുപാടുണ്ട്. അപ്പോൾ പുള്ളി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സ്മൂത്തായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യും. സോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എല്ലാം പീസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനാണ് പുള്ളിക്ക് ഭയങ്കര താല്പര്യം. കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് ഫ്യൂച്ചർ പരിപാടികളൊക്കെ പ്ലാനിങ്? വർക്ക് ചെയ്യാൻ ആഗ്രഹമാണെങ്കിൽ എന്തായാലും വർക്ക് ചെയ്യണം. അങ്ങനെ തന്നെ പോകും. സീരിയലൊക്കെ കാണാറുണ്ടോ? അതെ അതെ, കുറേ എപ്പിസോഡ്സ്, അവൾ വരുന്ന എപ്പിസോഡ്സ് കാണാറുണ്ട്. ആയിട്ട് കാണാൻ ഇല്ല, അവൾ വരുന്ന എപ്പിസോഡ്സ് എന്തായാലും വരുന്നത്. ഷോർട്സും അതും ഇതൊക്കെ അവളെ യൂട്യൂബിലാരും അയച്ചു തരും. അതൊക്കെ എന്തായാലും കല്യാണം എപ്പോഴായിരിക്കും? ഡേറ്റ് ഇതുവരെയായിട്ട് നിശ്ചയിച്ചില്ല. അടുത്ത വർഷം ഉണ്ടാവും. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഈ കുടുംബത്തിലൊക്കെ പ്രേക്ഷകരോട്, ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാരോട്? അവരോട് എപ്പോഴും എനിക്ക് നന്ദി മാത്രമാണ്. കാരണം അക്സെപ്റ്റ് ചെയ്തു. സോ റണ്ണിങ് ആണ്, അടിപൊളിയായിട്ട് റണ്ണിങ് ആണ് സീരിയൽ. അപ്പോൾ സോ അവരാണ് ഇത്രയും പ്രൊമോട്ട് ചെയ്ത് ഇതാക്കിയത്. സോ താങ്ക് യു. ബ്രോ എന്താ പറയാത്തത്? ശ്രീലക്ഷ്മിയെ ഇഷ്ടപ്പെടുന്ന കുറേ പ്രേക്ഷകരുണ്ട്. അതെ അതെ, ഒരുപാട് ഫാൻസുകാരുണ്ട് ഓൾറെഡി. അവരോടെല്ലാവരും സ്നേഹം മാത്രം. അതെ, സ്നേഹം മാത്രം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. അതെ, താങ്ക് യു.